വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ അമ്മൂസിൻ്റെ പിറന്നാളാണ്. രാവിലെ അമ്മൂസിനെ കുളിപ്പിച്ച് യാത്രയ്ക്ക് ഇതാ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ കേട്ടോ. അല്ലേ അമ്മൂസേ? അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ട് അമ്മൂസ് മാഷ ആൻഡ് ബീർ കാണുകയാണ്. അമ്മൂസിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടായി ജോലിക്കും പോയി. ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടോ. നമുക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മൂസിന് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളുടെ കുഞ്ഞു ബർത്ത്ഡേക്കാരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അമ്മൂസിനെ നമ്മൾ അംഗനവാടി പറഞ്ഞിടാണ്ട് ബർത്ത്ഡേ ആണെങ്കിലും അമ്മൂസിനെ അംഗനവാടി പറഞ്ഞിടോട്ടെ. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ഒരു രസക്കുറവായിരിക്കും. അമ്മൂസിന് വേണ്ടിയിട്ട് മാത്രം അമ്മൂസിന് വേണ്ടിയിട്ടും ചേട്ടായിക്ക് വേണ്ടിയിട്ടും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി കോളം 2 ചപ്പാത്തി. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ നമ്മളുടെ ശർക്കര ഉരുക്കിയത് കേട്ടോ, ഫ്രിഡ്ജിൽ ഇരുന്നേച്ചാണ്. അപ്പോൾ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി നമുക്കിടാം. പിന്നെ തേങ്ങ കുറച്ച് ചിരണ്ടിയതുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അമ്മൂസിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഭക്ഷണം കൊടുത്ത് അമ്പലത്തിൽ പോയിട്ട് പിന്നെ നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും മിഠായിയൊക്കെ വാങ്ങിച്ച് അമ്മൂസിനെ ഞാൻ അംഗനവാടി കൊണ്ടാക്കും. നമ്മൾ ഇതിക്ക് മുമ്പ് നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ 8-ാം തീയതി നമ്മൾ അമ്മൂസിൻ്റെ ബർത്ത്ഡേ വെറുതെ സെലിബ്രേറ്റ് ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയൊക്കെ വിളിച്ച് നമ്മൾ ജസ്റ്റ് കേക്കൊക്കെ മുറിച്ചതാണ്. ചെറിയ രീതിയിലൊരു ആഘോഷം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരു വേറെ പരിപാടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും അമ്മൂസിനെ അംഗനവാടി കൊണ്ടുപോകണം. അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അംഗനവാടി പോകാം. നാളാണല്ലോ ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. അപ്പോൾ നാളിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് പക്ഷേ ലീവില്ല. ഒരാഴ്ച മൊത്തം എറണാകുളത്ത് പോയതുകൊണ്ട് നമ്മൾ ജോലിയില്ല ഒന്നുമില്ലാണ്ട് നമ്മൾ വെച്ചുകൊണ്ട് ചേട്ടായി ഇനി ലീവ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ അമ്മൂസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ വേണം അംഗനവാടി അമ്പലത്തിൽ പോയി. അപ്പോൾ നമുക്ക് വേഗം അമ്മൂസിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് കുളിപ്പിച്ച് യാത്രയാക്കാം. അപ്പോൾ അത് ഇതുണ്ടാക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി നെയ്യും ഒക്കെ ഇട്ട് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചപ്പാത്തിയിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് അമ്മൂസ് അങ്ങനെ അധികം നെയ്യ് കഴിക്കാത്തൊരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഇത്തിരി നെയ്യിട്ട് കൊടുക്കുമ്പോൾ ആളറിയില്ല. ആ ഒരു രുചി കൊണ്ട് തന്നെ അമ്മൂസ് അങ്ങ് കഴിച്ചു പോകട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അധികം കട്ടിയൊന്നും അമ്മൂസിന് ഇഷ്ടമല്ല, നൈസായിട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മൂസിനെ ഞാൻ കുളിപ്പിച്ചു, ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. അവർക്ക് രാവിലെ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. കയ്യെ കിടത്തി കണ്ണൊക്കെ എഴുതണം, പിരിയനൊക്കെ എഴുതണം, പൊട്ടൊക്കെ തൊടണം. എനിക്കിത് പുന്നാരുണ്ടെങ്കിൽ മാത്രം അതൊക്കെ സാധ്യമാവുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ കരവിരുതും നമ്മളുടെ കൊത്തുപണികളാണ്. അമ്മൂസിൻ്റെ കൊച്ചുങ്ങളുടെ കണ്ണേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്മമാരുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അമ്മൂസ് അങ്ങനെ ഇരുന്നൊന്നും തരില്ല, വലിച്ച് പിടിച്ചിരുത്തിയ ഇരുന്നത് തന്നെ. പിന്നെ ഞാനിങ്ങനെ പുന്നാരിപ്പിച്ച് പറയും സുന്ദരി ആവണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി നേരം ഇരുന്ന് തരാം കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം നല്ല രീതിയിൽ യുദ്ധം ചെയ്യണം അമ്മൂസിനെ കൂടി. കണ്ണ് എഴുതാൻ ഒട്ടും സമ്മതിക്കാറില്ല. പിന്നെ പിരിയാൻ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. പിന്നെ കവളിൽ ഒരു കുത്തും നെറ്റിയിലൊരു ചെറിയൊരു പൊട്ടും മാത്രമേ അമ്മൂസിന് ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പം അമ്മൂസ് മാഷ കാണുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഒരു വിധത്തിന് എഴുതി എടുക്കാൻ പറ്റി. ഞാനിന്ന് ചെറിയൊരു പൂ പോലെയാണ് നടുക്കൊരു കുത്തും ചുറ്റിനും കുഞ്ഞു കുഞ്ഞു കുത്തുള്ള രീതിയിലാണ് അമ്മൂസിന് ഇന്ന് പൊട്ട് തൊട്ട് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ എഴുതിച്ചാൽ അമ്മൂസ് ഏതെങ്കിലും വഴി എങ്ങനെയെങ്കിലൊക്കെ നടന്ന് അതും പരത്തിക്കളയും. അപ്പം ഇനി കറക്റ്റ് 8:20 ആയപ്പോൾ അമ്മൂസിന് 3 വയസ്സായിട്ട്. അയ്യോ 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 അയ്യോ, ആള് മാഷ കാണുന്നതിൻ്റെ കോന്തിരാണ്. കണ്ട, ഞങ്ങൾ പൂവാണ് നെറ്റിയിൽ വരച്ചേക്കുന്നത്. കണ്ടോ, വാവ്.
കോടി ഇതൊന്നും അല്ല കേട്ടോ. നമ്മൾ ബർത്ത്ഡേ കോടി ഒക്കെ വാങ്ങിച്ച് ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ പിറന്നാളും ഒന്ന് നമ്മൾ വലിയ, എന്നാലും ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകണം എന്നുള്ളൂ. അമ്മൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേഷൻ കഴിഞ്ഞു. ഒരു കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി നമ്മൾ എറണാകുളത്തൊക്കെ പോയി എല്ലാവരുമായിട്ട് ജസ്റ്റ് കേക്കൊക്കെ മുറിച്ച് നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോയതാണ്. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചേട്ടയുടെ ഫ്രണ്ട്സും ആൻറ്റിമാരും ചാച്ചന്മാരും മാമന്മാരും ഒക്കെ കൂടി നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് ആ വീഡിയോ ഞാൻ 20-ാം തീയതി ഇടുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ എന്തായാലും യെസ് അമ്മൂസിനെ അറിയാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്നും മറ്റേ തിരിക്കുന്ന സാധനം പൊട്ടിച്ചതും തൊപ്പി വെച്ചതും ബലൂണൊക്കെയും കേക്ക് മുറിയും അതൊക്കെ അമ്മൂസിന് അറിയാം. ഹാപ്പി ബർത്ത്ഡേ എല്ലാം ആണ് ചെയ്യണേത് അല്ല അമ്മൂസേ? പാല് എവിടെ നോക്കട്ടെ, മമ്മി നോക്കട്ടെ. എന്നിട്ടേ എന്ത് മിഠായിയാണ് പൊന്നിന് വേണ്ടത്? ചോക്ലേറ്റാ? ഗൾഫ് മിഠായി മതിയോ ഗൾഫീന്ന്? കണ്ണാടി നോക്കിയേ, ക്യാമറയിൽ നോക്കി പൊന്നി. സൂപ്പറാടാ. അപ്പൊ ഞങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പയ്യെ നമ്മുടെ വണ്ടിക്ക് നമുക്ക് പോവാം. പിന്നെ അമ്മൂസിന് അംഗനവാടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിഠായി വാങ്ങണം, ചോക്ലേറ്റ് വാങ്ങണം. പറഞ്ഞേ, യു വാണ്ട് ചോക്ലേറ്റ്? അപ്പൊ അമ്മൂസിനെ കുറച്ച് അംഗനവാടി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മിഠായി വാങ്ങാം. അംഗനവാടിയിലൊക്കെ നമുക്ക് പോവാം അല്ലേ അമ്മൂസേ? അപ്പൊ നമുക്ക് ആദ്യം അമ്പലം പൂട്ടണേക്കുമ്പോ അമ്പലത്തിൽ പോകണം. 9 മണി ആയോ? അവിടെ ക്ലോക്ക് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ നോക്കിയത്. അപ്പൊ നമുക്ക് അമ്മൂസിനെയും കൂട്ടി അമ്പലത്തിൽ പോവാം. ദിവ്യ കോഫി. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ യാത്രയ്ക്കായത് പുറത്തോട്ടിറങ്ങിയപ്പോൾ മഴ. Here I am, how do you do? അപ്പോൾ നമ്മൾ പോകാറായപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ മാറിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. ഒരു 9:15 ഒക്കെ ആയപ്പോഴേക്കും നമ്മളുടെ മഴ അങ്ങനെ ഒരു ചെരുപ്പിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വേറെ ചെരുപ്പ് പോലെ പാമ്പുണ്ടാവും അമ്മൂസേൻ്റെ ഉള്ളിൽ. വാ, മഴ ഒന്ന് തോർന്നപ്പോഴേക്കും അമ്മൂസിനും കൂടി ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. പൊക്കോ, നമുക്ക് വാതിലൊക്കെ അടക്കാം, അമ്മൂസിന് മുട്ടായി വാങ്ങിക്കാം. വാടാ ഇറങ്ങടാ, പട്ടി കയറി കിടക്കാതെ അടച്ചിട്. അമ്പലം കേറാട്ടോ. അമ്മൂസിന് നടക്കാൻ വയ്യ, മണ്ണിൽ മൊത്തം വെള്ളമായപ്പോൾ അമ്മൂസിന് ഷെയിം ഇഷ്ടമല്ല. അമ്മൂസിന് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല അല്ലേ? അമ്മൂസിൻ്റെ പേരിൽ പുഷ്പാഞ്ജലി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്മൂസ് അമ്പലത്തിൽ തന്നെ നടക്കാന്നുള്ള പരിപാടിയിലാണ്. അമ്പലം നല്ല അകത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അമ്മൂസ് അമ്പലത്തിന് ചുറ്റുള്ള ശില്പങ്ങളൊക്കെ തടവി. അമ്മൂസിന് എന്തോ ഒരു രസം, ക്യൂടെക്സ് ഒക്കെ അടിച്ചൊക്കെ നോക്കാണ്ട് അമ്മൂസിന് അവര് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നത് കാണണം എന്ന് പറയുന്നുണ്ട്. കൈ ഇങ്ങനെ പയ്യൊന്ന് ഒടിഞ്ഞിരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മൂസിന് ഒരു ചരട് പൂയിച്ചെടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ചെവിയിൽ വെച്ചോ? ചെവിയല്ല, പൂവ് ചെവിയിൽ വെച്ചോന്നാ പറഞ്ഞു. അത് പൂവാണ് കേട്ടാ. ചോക്ലേറ്റ് വാങ്ങാൻ പോവാ. ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പം അമ്മൂസിന് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് കേക്ക് ഐറ്റംസുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അംഗനവാടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല്, സദ്യക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മൂസിന് നമ്മൾ അംഗനവാടിയിലൊക്കെ ആക്കി. സാമ്പാറിനും പിന്നെ ചെറിയൊരു കുട്ടി സദ്യക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി സദ്യയാണ്, കുട്ടി പരിപാടിയാണ്. കാരണം ഞാൻ പറയല്ലോ, നമ്മൾ എറണാകുളത്ത് കഴിഞ്ഞ ആഴ്ച അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും എപ്പോഴെപ്പോഴും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങളെന്താ, അതുകൊണ്ടാണ് 20-ാം തീയതി ഒരു പരിപാടി ഇല്ല. അമ്മൂസ് ജനിച്ചൊരു ദിവസമാണ് 20-ാം തീയതി. അത് ഞങ്ങൾ നേരത്തെ എല്ലാവരും കൂടി നിന്നപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു. 8-ാം തീയതി ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചതാണ്.
അപ്പോൾ ഇവിടെ അപ്പുറം ഇപ്പുറമുള്ള ആർക്കെങ്കിലും മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കാം. അല്ല ഇന്ന് അംഗനവാടിയിൽ ഞാൻ മിഠായി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ജന്മനാളായിട്ട് അംഗനവാടിയിൽ വിട്ടത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ തിരക്കിലൊക്കെ ആകുമ്പോൾ അമ്മൂസ് എന്തെങ്കിലും കുറുമ്പൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി അമ്മൂസിന് പല്ല് തേക്കണ്ട, കുളിക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ആളുടെ വാശി അനുസരിച്ച് ആൾ കരഞ്ഞിട്ടൊക്കെയാണ് അംഗനവാടി പോയത്. ഇന്ന് രാവിലെ യാത്ര ചെയ്തൊക്കെ. അപ്പോൾ ഞാൻ അവളെ കരയിക്കരുത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അമ്മൂസിന് ഇന്ന് ഇതുവരെ ഇല്ലാത്തൊരു വാശി. പല്ല് തേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നമ്മൾ ബ്രഷിൽ പേസ്റ്റ് ആക്കി കൊടുത്താൽ അവൾ ബാത്റൂമിൽ പോയി തന്നെ പല്ലൊക്കെ തേക്കുന്നൊരു വെരി ഗുഡ് ഗേളാണ് അമ്മൂസ്. പക്ഷെ ഇന്ന് ഭയങ്കര ഒരു മൂശാട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ ആൾ പോട്ടെ. പക്ഷെ മഴയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴേക്കും പൊരിഞ്ഞ മഴ ആയിരിക്കും. ഞാൻ വിചാരിച്ചു ദൈവം നമ്മളെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. ഒരു തരി മഴ നമുക്ക് കൊള്ളേണ്ടി വന്നില്ല. അത് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ അതെന്താ ഒരു ഇരുട്ട് പോലെ ശരിയായില്ല, കറണ്ട് പോയത്. എനിക്ക് മിക്സി അടിക്കണം, എനിക്ക് അവിയലുണ്ടാക്കണം. ഞാൻ അടപ്രഥമൻ ഞാൻ മറ്റേ കവർ പാലിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കറണ്ടിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഒരു കുഞ്ഞ അടപ്രഥമനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാം. അടപ്രഥമൻ ചെയ്തോട്ടാണ്. പശുവും പാലാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോൾ കറണ്ട് വന്നു. തേങ്ങയിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കറണ്ട് വരെയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റായിട്ടുള്ള ഒരു അടപ്രഥമൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കുട്ടി സദ്യ. അപ്പോൾ നമുക്ക് പണിയിലേക്ക് കിടക്കാമല്ലോ. ചേട്ടായി വരുമ്പോഴേക്കും ചേട്ടായി അന്തം വിടണം. വാട്ട് ഈസ് ദിസ് എന്ന് ചേട്ടായി ചോദിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പായസം വെക്കാൻ പോകാൻ കേട്ടോ. ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. 12:30 1 മണിയാകുമ്പോഴേക്കും ചേട്ടായിനെയും അമ്മൂസിനെയൊക്കെ ഒന്നിച്ചായിരിക്കും വീട്ടിലേക്ക് എത്തുക. അപ്പം ഞാൻ ഈ അടപ്രഥമൻ വലിയ അടപ്രഥമൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചെറുതാക്കി എടുക്കണം. അപ്പോൾ എനിക്കും ചേട്ടായിക്ക് ഇത്ര വലിയ ഒരു പായസത്തിൽ അടപ്രഥമൻ കിടക്കുന്ന ഇഷ്ടമല്ല. ആ അട അങ്ങനെ വലുതായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പം ആദ്യം ഞാൻ പയ്യെ കൈ കൊണ്ട് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവസാനം മിക്സിയിലിട്ട് പയ്യെ ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് 2 തവണ ഒന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കാഷ്യൂനട്ടൊക്കെ ഇട്ട് പായസത്തിന് വേണ്ടിയിട്ടുള്ള കിസ്മിസൊക്കെ വറുത്തെടുത്തു. പിന്നെ അപ്പുറത്ത് അടപ്രഥമൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ആദ്യം വറുത്തതിന് ശേഷം കിസ്മിസും കൂടി വറുക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ നമ്മളൊരു കശുവണ്ടിയൊക്കെ വറുക്കുമ്പോൾ നമ്മൾ ഓരോന്ന് പയ്യെ വായിലോട്ടൊക്കെ ഇടാമല്ലോ. അത് നമുക്ക് ഒരു കൊതി വരേണ്ട പായസത്തിനെന്ന് വിചാരിച്ച് ഞാൻ എത്ര ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും ഇവിടെ തിന്ന് തീർക്കുന്നത്. അമ്മൂസിനും ചേട്ടായിക്കും വെക്കില്ല. ഇത് പഞ്ചസാര ലായനിയാണ് കേട്ടോ. നമ്മുടെ അടപ്രഥമന് ചെറിയൊരു റോസ് കളറൊക്കെ കിട്ടൂലേ. അപ്പോൾ പഞ്ചസാര ലായനി ആക്കിയത് ഇങ്ങനെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ്യിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ലായനിയാക്കി എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു നല്ല പഞ്ചസാര മിഠായിയൊക്കെ തിന്നുന്ന ഒരു ടേസ്റ്റാണ്. നല്ല ക്രിസ്റ്റൽ മാതിരി ഇരിക്കും. കടിക്കുമ്പോഴേക്കും പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടി കട്ടിയുള്ള പാത്രത്തിൽ പഞ്ചസാരയും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കുക. പിന്നെ വെള്ളവും പാലും ഒക്കെ ഒഴിച്ചാണ് നമ്മൾ പിന്നെ പായസം ഉണ്ടാക്കുന്നതല്ലോ. അപ്പോൾ ഇതാ പഞ്ചസാര നല്ല രീതിയിൽ സിറപ്പാക്കിയിട്ട് പിന്നെ പാലിൻ്റെ പണികളും പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി സദ്യവട്ടങ്ങളാണ്. എല്ലാം ഞാൻ വീഡിയോ ആക്കാൻ നിന്നാൽ എൻ്റെ സമയം വൈകും. 1 മണിക്ക് മുമ്പേ നമുക്ക് എല്ലാം റെഡി ആക്കണമല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലെത്തിയിട്ടോ. ആൾക്കാരൊക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മൂസിനെ ചേട്ടായി പോയി 1 മണിയായപ്പോൾ പോയി കൊണ്ടുവന്നു. ചേട്ടായി നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിന് പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഇത്തിരി പായസം ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചില്ല. ഞാൻ വിളമ്പുന്ന കണ്ടപ്പോൾ അവൾ ആ ഇലയുടെ അരികിൽ കൊണ്ടുവന്ന് പായസം ഇടാൻ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ ഇലകളെടുത്തു. അമ്മൂസിനൊരു കുട്ടി ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്നാൽ അത്ഭുതം. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരാളാണ് അമ്മൂസ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ചോറൊക്കെ ഇട്ടു. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. കാരണം പിറന്നാളായിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തായാലും പിറന്നാളിനൊരു പായസം നിർബന്ധമാണ്. അപ്പോൾ ചേട്ടായി നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചതല്ലേ, അങ്ങനെയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ നിന്നേച്ചത്. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു ചെറിയൊരു പായസം വെക്കാം. എന്തായാലും പായസം വെക്കും. എന്നാൽ ഒരു 2-3 കുഞ്ഞു കറികൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഒരു നിർബന്ധം
നിർബന്ധത്തിൽ ഞാനങ്ങനെ ചെയ്യാം കേട്ടോ. അമ്മൂസ് ജനിച്ച ഈ ഒരു ദിവസവും ആ ഒരു സമയവും ഒക്കെ എനിക്ക് ആ ഒരു നിമിഷം നമുക്ക് ഓർമ്മ വരും. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. അപ്പോൾ രാവിലെ 8 മണി 8:20 ആകുമ്പോഴും എനിക്ക് ആ ഒരു ഇപ്പോൾ 3 കൊല്ലം കറക്റ്റ് ഇന്നത്തേക്ക് 3 കൊല്ലമാവുന്നു. ആ ഒരു നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ചേട്ടാനോട് ഞാൻ രാവിലെ തുടങ്ങി ഇങ്ങനെ കഥകൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പി. സാമ്പാറുണ്ട്, ക്യാബേജ് ഉണ്ട്, അവിയലുണ്ട്, പരിപ്പ് കറി ഉണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. 11 മണിക്ക് തുടങ്ങി 1 മണിക്ക് തീർക്കണമെങ്കിൽ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഒരു കുട്ടി പായസം, ചോറ്, അത്ര തന്നെ. പിന്നെ 3 പേരും കൂടി ഇരുന്ന് വാഴയിലേക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. പക്ഷേ അമ്മൂസ് ഭക്ഷണം കഴിച്ചില്ല. അമ്മൂസ് നമ്മൾ 2 പേരും ഓരോ പിടി ഇങ്ങനെ വാരി കൊടുത്തു. പപ്പടം കൂടുതൽ ചേർത്തിട്ട് ഞങ്ങൾ 2 പേരും ഓരോ പിടി ഇങ്ങനെ വാരി കൊടുത്തു കേട്ടോ. അതല്ലാണ്ട് പിന്നെ അവൾ ഭക്ഷണം കഴിച്ചില്ല. അവൾക്ക് അങ്ങനെ ഇലയിലിരുന്ന് വന്ന് കഴിക്കണം എന്നോ എല്ലാ കറികളും കൂട്ടിയിരുന്ന് കഴിക്കണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ കറികളൊക്കെ വിളമ്പി തന്ന് ഓരോ പാത്രത്തിൽ ഇത്തിരി പപ്പടമൊക്കെ ഇട്ട് തന്ന് അംഗനവാടിയിൽ നിന്ന് 12 മണിയാകുമ്പോഴേക്കും കഞ്ഞിയൊക്കെ കൊടുക്കും. എനിക്ക് തോന്നുന്നു ആൾ അംഗനവാടിയിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്. നമ്മൾ കൊടുത്തിട്ടും ഭക്ഷണം കഴിച്ചില്ല. കുറച്ച് ഭക്ഷണം മാത്രമേ അവൾ കഴിച്ചുള്ളൂ. വിശപ്പുണ്ടെങ്കിൽ ആൾ നമ്മളുടെ കൂടെ വന്ന് ഇരുന്ന് നമ്മളെ കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളാണ് അമ്മൂസ്. അപ്പോൾ അമ്മൂസ് ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അമ്മൂസ് ഭക്ഷണം അംഗനവാടി കഴിച്ചിട്ടുണ്ടാവുമെന്ന്. പിന്നെ ചേട്ടായും ഞാനും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാം കേട്ടോ. ഇത് ഞങ്ങൾക്ക് എപ്പോഴും എന്തൊരു ചെറിയൊരു ആഘോഷം ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ചേട്ടായി ആദ്യം വാരി തരാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് മുഖം തിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആൾ വാരി തന്നപ്പോൾ ഞാനതാണ് അങ്ങനെ നോക്കിയത്. പിന്നെ ഞാനും ചേട്ടായിക്ക് കുറച്ച് ചോറ് അങ്ങോട്ടും ചേട്ടായിക്ക് വാരി കൊടുത്തു. ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും കൊടുക്കണമല്ലോ. അങ്ങനെ ബർത്ത്ഡേയുടെ ആ ഒരു ഇതൊക്കെ നമ്മളുടെ സന്തോഷം, ഞങ്ങളുടെ കൊച്ചു സന്തോഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി പപ്പടം കൂട്ടി പായസം കഴിക്കാം. അപ്പോൾ പായസം എടുക്കാം എന്നുള്ള തയ്യാറെടുപ്പിലായപ്പോൾ ചേട്ടാനോട് ഞാൻ പറഞ്ഞു പപ്പടം എടുത്ത് പൊടിച്ചിട് ചേട്ടായി. അപ്പോഴേക്കും കറണ്ട് പോയിട്ടാ. നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കറണ്ട് പോക്കാണ്. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ എന്താ അതിങ്ങനെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പാല് ഇച്ചിരി കൂടി ഒഴിച്ചിരുന്നെങ്കിൽ ശരിയായാണ്. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ രുചി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ അടപ്രഥമൻ. ഇനി നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടപ്രഥമൻ. പപ്പടവും പഴവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഴം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മൾ സദ്യ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി, കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. നമ്മൾ 5:45 എണീറ്റത്. നമുക്കൊരു സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മൂസിന് വേണ്ടിയിട്ട്. അത് ഈ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആ ബോൾ നമുക്ക് വീർപ്പിച്ചിട്ട് അമ്മൂസിനെ കളിക്കാൻ വെച്ച് കൊടുക്കാം. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോളൊക്കെ വെച്ച് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു സിംഹവും കൂടി ഇരിക്കട്ടെ. അത് മറ്റേ എന്തോ ഷട്ടിൽ കോർട്ടോ അല്ലല്ലോ, ഇതെന്ത് സാധനമാണ്, വോളിബോൾ കോർട്ട് ആണ് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആ സാധനം അമ്മൂസിന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിത് നമ്മളുടെ വീടിൻ്റെ ഡോറിലോ മതിലിലോ എവിടെയെങ്കിലും നമുക്കിത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അമ്മൂസിന് കളിക്കാനുള്ളതായിട്ടാ. ഒന്നും മിണ്ടണ്ട, 3 വയസ്സായിട്ട് ഓഹോ ഹാപ്പി. അതിലെ ബോൾ പോണ വഴിയാണത്. കൊച്ചു പറഞ്ഞേട്ടെ. അപ്പോൾ ചേട്ടായി ഞാനൊക്കെ ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. അമ്മൂസും നല്ല രീതിയിൽ ഉറങ്ങണമായിരുന്നു. അപ്പം ചേട്ടായിനോട് പറയും ഇത് നമുക്ക് സൈക്കിളിൽ പമ്പ് വാങ്ങിച്ചിട്ട് പമ്പും കൊണ്ട് അടിക്കണ്ടേന്നൊക്കെ ചേട്ടായി പറയണ്ടേ. പമ്പും കൊണ്ട് വീർപ്പിക്കേണ്ട ബലൂൺ അടിയെന്നൊക്കെ ചേട്ടായിന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഞാൻ പയ്യെ നൈസായിട്ട് വാങ്ങിച്ചിട്ട് അതിലൊരു ത്രെഡ് ഉണ്ടാകും, അത് വെച്ച് നമ്മൾ ഓടി ഞങ്ങൾ വീർപ്പിച്ചു. ബലൂൺ ഞങ്ങൾ വീർപ്പിച്ചു. പിന്നെ 2 പേരും കൂടി ഭയങ്കര കളിയായിട്ടാണ്. അമ്മൂസിന് നമ്മൾ കോർട്ട് ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയി. പിന്നെ നമ്മൾ പോടാ താത്തയുടെ കൊച്ചിനെ കയ്യെത്തണില്ല അല്ല അമ്മൂസേ. പുള്ളനെടുക്ക ഇയാൾക്കല്ലാണ്ട് ഇടാൻ പറ്റണില്ല. എന്നിട്ട് നീ കാണിച്ചു കൊടുക്ക് അത് കോർട്ടിലിരുന്ന്. നോക്കടാ നോക്ക്, കളിക്കുന്ന നോക്കില്ലേ.
തട്ടി തട്ടി ആ ചേട്ടാ. അപ്പം മൂസിൻ്റെ പിറന്നാൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇറ്റ്സ് എ ബോൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ പറഞ്ഞാ മൂസ. ബൈ ബൈ.